ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബുധൻ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിച്ചു തരാൻ വേണ്ടി പോണ നോൺ സ്പോൺസേർഡ് ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കാണിച്ചു തരാൻ വേണ്ടി പോകണം. സോ ഗൈസ്, നമ്മുടെ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയാം, ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. എൻ്റെ സ്കിൻ ടൈപ്പിന് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കൺസേൺ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സ്കിൻ കെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ചില പ്രോഡക്റ്റ് ഒക്കെയാണ്, ചില മാസ്ക് ഒക്കെയാണ് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ നൈറ്റ് ഇട്ടിട്ട് കിടക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഗെയിൻ ചെയ്യുന്ന ഒരു ഗ്ലോയിങ് സ്കിന്നും ഒന്നും ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാവണമല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ കൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസ് കൊണ്ടാണ് നമുക്ക് സ്കിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സോ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ ആദ്യമേ പറയാം എൻ്റെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം, പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുതരാം. സോ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ടൈപ്പാണ്. അത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഹോൾ ബോഡിയും ഡ്രൈ നേച്ചറാണ്. എൻ്റെ ഹെയർ ആയാലും എൻ്റെ സ്കാൽപ്പ് ആയാലും എൻ്റെ സ്കിന്നായാലും ഫേസ് ആയാലും കൈയും കാലും ആയാലും ഭയങ്കര ഡ്രൈ ആയിട്ടാണ്. ഇൻ കേസ് ഇപ്പം ഭയങ്കര ഒരു എന്താ പറയുക, ലൈക്ക് വിൻ്ററിൽ നമുക്ക് ഓൾറെഡി ഡ്രൈനെസ് വരും, അല്ല ഒരു സമ്മർ ടൈം ആയാൽ പോലും എൻ്റെ കൈയും കാലൊക്കെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാൻ എപ്പോഴും ഹാൻഡ് ക്രീമും ഫുഡ് ക്രീമും മോയ്സ്ചറൈസർ ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് എങ്ങനെ ഡ്രൈനെസ് എന്ന് വെച്ചാൽ മറ്റേ വിണ്ട് കീറിയ ഡ്രൈനെസ് അല്ല, എൻ്റെ ഫേസ് എപ്പോഴും ഡള്ളായിട്ട് ഒരു ഗ്ലോ ഇല്ല, ഒരു ഭയങ്കര ഡള്ളായിട്ട് എപ്പോഴും ഭയങ്കര വരണ്ട ഒരു പ്രദേശം പോലെ കിടക്കും. വെച്ചാൽ വിണ്ട് കീറിയാൽ ഒരു വരണ്ട ഒരു പ്രദേശം പോലെ കിടക്കും. ആൻഡ് രാവിലെ ഉറക്കം എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫേസിൽ ഒരു ഗ്ലോ ഇല്ലാതെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടിരിക്കുന്ന ഫേസാണ് എൻ്റെ ഫേസ്. അപ്പോൾ എൻ്റെത് ഞാൻ ഡ്രൈ സ്കിന്നിനുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഇൻ കേസ് മേക്കപ്പിലായാൽ പോലും ഞാൻ ഡ്രൈ സ്കിന്നിന് ടൈപ്പ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഓയിലി സ്കിന്നിൻ്റെ അടയാളങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെ ഓയിലി സ്കിന്നിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് വലിയ വലിയ പോഴ്സുകൾ ഉണ്ടാകും. അതായത് ലാർജ് ആയിട്ടുള്ള പോഴ്സുകൾ നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് വിസിബിൾ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഉറക്കം എണീക്കുന്ന സമയത്ത്, രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് നിങ്ങളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ എടുത്തിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് ഇങ്ങനെ വച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം വാഴയ്ക്കൊപ്പവും ബോണ്ടയൊക്കെ പൊതിഞ്ഞണക്ക രീതിക്ക് എണ്ണ വരും. ലൈക്ക് ആ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ടിഷ്യൂലൊക്കെ എണ്ണ കാണാം. അപ്പം നിങ്ങൾ പക്ക ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. പിന്നെ ഓയിലി സ്കിന്നിന് ടൈപ്പ് ഉണ്ട്, അതായത് എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ളതുണ്ട്, ചിലർക്ക് ചെറുതായിട്ട് ഓയിലുള്ളത്. പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മുഖത്തിടാൻ പറ്റില്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫേസ് മുഖത്ത് അത്രയും ഓയിലിയാണ്. മേക്കപ്പ് ഇട്ട അപ്പം ഓയിലിയാണ്, പുറത്തിറങ്ങിയ ഓയിലിയാണ്, വെയിൽ കൊണ്ടാ ഓയിലിയാണ്, വിയർത്താ പെട്ടെന്ന് ഓയിലിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റൂമിനകത്ത് തന്നെ ഇരുന്ന ഓയിലിയാണ്. അത് എപ്പോഴും നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന് ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഗുണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സെബം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ ഭയങ്കര ലേറ്റായിട്ട് വരുള്ളൂ. അതായത് ലേറ്റായിട്ട് വിസിബിൾ ആവുള്ളൂ. കാരണം എപ്പോഴും സെബം പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഫേസ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് മോയ്സ്ചറൈസറായിട്ട് ഇരുന്നുകൊണ്ടിരിക്കും. ആൻഡ് പണി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ പോഴ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ കയറി ക്ലോഗ് ചെയ്തിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പോഴ്സുകളുണ്ടെന്ന് വിചാരിച്ചോ, അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി ഇങ്ങനെ ക്ലോഗ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്നേഴ്സ് വരാൻ, ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ മെയിനായിട്ട് 3 ടൈപ്പ് സ്കിൻ ടൈപ്പാണ് വരുന്നത്: ഡ്രൈ, ഓയിലി, കോമ്പിനേഷൻ. ആൻഡ് കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ സ്കിൻ ടൈപ്പിൻ്റെ ഓയിൽ സ്കിൻ ടൈപ്പിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ ടീ സോൺ എന്ന് പറഞ്ഞാൽ നെറ്റി, മൂക്കിൻ്റെ പാലം, അതായത് ഇങ്ങനെ വരണേന് ടീ സോൺ. ഇവിടെ ഒരു വര, ഇങ്ങനെ ഒരു ഇത്, നെറ്റിയുടെ മുതൽ താടി വര. അപ്പോൾ ഇതാണ് ടീ സോൺ എന്ന് പറഞ്ഞാൽ. ടീ സോൺ എപ്പോഴും ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതായത് പിന്നെ ഈ ഒരു ഭാഗമൊക്കെ, നമ്മുടെ ഈ ഒരു ചീക്കിൻ്റെയൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതൊക്കെ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ്. ആക്ച്വലി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയുക, നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവരാണ്. കാരണം ലൈക്ക് ഡ്രൈ അല്ല, കോമ്പിനേഷൻ അല്ല, ഓയിലി അല്ല, ഒന്നുമല്ല. ആക്ച്വലി എൻ്റെത് നോർമൽ സ്കിൻ ടൈപ്പ് ആയിരുന്നു, പക്ഷേ ഞാൻ പ്രോപ്പർ കെയർ ആയിരുന്നാണ് എനിക്ക് ഡ്രൈ ആയത്. അങ്ങനെ ആവാറുണ്ട്, കാരണം നോർമലാണ്. അപ്പം ഞാൻ ഫേസിന് വേണ്ടിയുള്ള ലൈക്ക് ഒന്നും കൊടുക്കില്ല. പിന്നെ എൻ്റെ ലൈക്ക് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും ക്ലൈമറ്റും എല്ലാം കൂടെ കാരണം നമുക്ക് ഇത് ലൈക്ക് ഡ്രൈനകത്തോട്ട് മാറിയതാണ്.
സോ അതുകൊണ്ട് പറയാണ്. അപ്പം കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ T സോണിൽ മാത്രം ഓയിൽ പ്രൊഡക്ഷൻ കാണും, ബാക്കി എല്ലാ ഭാഗവും ഡ്രൈ ആയി നോർമൽ ആയിട്ടിരിക്കും. സോ ഇതാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. അപ്പോൾ ഇതിനനുസരിച്ച് വെച്ചാൽ പ്രോഡക്ട്സുകൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് മാറി മാറിയാണ് എടുക്കുന്നത്. കാരണം ഓയിലി സ്കിന്നിന് ഒരിക്കലും നമ്മൾ ക്രീമി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാറുള്ളൂ, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷന് പിന്നെയും കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരിക്കലും നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല, ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഉണ്ട്, കാരണം എപ്പോഴും അവർക്ക് ഫേസിൽ ഫുൾ ആക്നെ ആയിരിക്കും. അതെന്ന് പറയുന്നത് അത് നമുക്കൊരു ആക്ച്വലി അത് ഒരുപാട് റീസൺ കൊണ്ടായിരിക്കും. മേ ബി മേക്കപ്പിൻ്റെ ആയിരിക്കാം, ഡയറ്റിൻ്റെ ആയിരിക്കാം, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്യൂബേർട്ടി ആ ഒരു ടൈമിൽ വരുന്നതായിരിക്കാം. സോ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് റീസൺസ് കൊണ്ടാണ്. ഷോ ഗൈസ് എൻ്റെ ലൈറ്റ് എത്തണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഈ മണവാളത്തെ സാധനം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഇനി നമുക്ക് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലോട്ട് പോകാം. അപ്പം ഞാൻ രാവിലെ എണീറ്റോണ്ടേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്യാതെ ഞാൻ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല. ഇപ്പം ഞാൻ ഫേസ് വാഷുകൾ ഉപയോഗിച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ പാക്കേജ്ഡ് ആയിട്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. മുമ്പേ പയർ പൊടി, മറ്റേ ഓട്സിൻ്റെ പൊടി, ഓട്സിൻ്റെ പൊടി എനിക്ക് ഭയങ്കരമായിട്ട് തരി കുരു വരും, പക്ഷെ ഭയങ്കര ബ്രൈറ്റനിങ് ആണ്. പയർ പൊടി, പിന്നെ ഞാൻ ലൈക്ക് ഒരു ഫേസ് വാഷ് പൗഡറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, നൈറ്റ് ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സിറ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേ കണക്കത്തെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഞാൻ നൈറ്റ് എന്തെങ്കിലും DIY എൻ്റെ ഫേവറേറ്റ് മാസ്കുകൾ എന്തെങ്കിലും ഇട്ടിട്ട് കിടക്കുകയാണ്, മാസ്ക് ഇട്ടു അതിന് ശേഷം ഞാൻ എന്തെങ്കിലും അലോവേറ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഇതേ കണക്കത്തെ പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പയർ പൊടിയോ അല്ലെങ്കിൽ എൻ്റെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം ഈ ഒരു സെറാവയുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. പൊന്നു ഗൈസ്, ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ്. ഒരു സെറാവയുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ട് കുറച്ച് ആളായിട്ടുള്ളൂ. ആൻഡ് ഇത് പുറത്തായിരുന്നു കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നൈക്കയിലും അപ്പോളോ ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നൈക്ക എന്നാണ് വെച്ചാൽ ആദ്യം ഞാൻ വാങ്ങിച്ചത് അപ്പോളോ ഫാർമസിയിൽ നിന്നാണ്. സോ ഇപ്പം നൈക്കയെന്നാണ് വാങ്ങിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ സെറാവെ ഫോമിംഗ് ക്ലെൻസർ ഫേസ് വാഷ് ഫോർ ഓയിലി സ്കിൻ വിത്ത് ഹൈലോണിക് ആസിഡ്, സെറാമൈഡ് ആൻഡ് നയാസിനമൈഡ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇപ്പം കാണിച്ചത് എൻ്റെ ഇരിക്കുന്നത് 236 ml ആണെന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഇരിക്കുന്നത് ഇപ്പം 473 ml ആണ്. 1550 രൂപയുടെ ഫേസ് വാഷാണ് ഇപ്പം ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് 88 ml 490 രൂപയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ചോദിക്കും ഇത് ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷാണ്. ഓഫ് കോഴ്സ് ഓയിലി സ്കിന്നുള്ള ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഈ ലൈക്ക് ഞാൻ ആദ്യമായിട്ട് അപ്പോളോ പറഞ്ഞൊരു ചെറിയ പാക്കറ്റാണ് വാങ്ങുന്നത്. ഇതല്ല, ജെന്റിൽ ക്ലെൻസർ ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഓയിലി സ്കിന്നിൽ വാങ്ങിച്ചതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ കൂടും. നമ്മൾ എപ്പോഴും വിയർപ്പായിരിക്കും, നമ്മൾ എപ്പോഴും വിയർത്തിട്ട് നമുക്ക് ഈ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ വാങ്ങിച്ചത്. ഇപ്പോഴും ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്ട്രിപ്പിങ്, അതായത് നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫേസിലുള്ള ഓയിൽസ് ഒന്നും പോകണമെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റിന് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു ഗൈസ്, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിനകത്ത് 3 എസെൻഷ്യൽ ആയിട്ടുള്ള സെറാമൈഡ്സ് വരുന്നുണ്ട്. സെറാമൈഡ്സ് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നയാസിനമൈഡ് വൈറ്റമിൻ B3 നയാസിനമൈഡ് വരുന്നുണ്ട്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ കാം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈക്ക് നമ്മുടെ സ്കിന്നൊന്ന് എന്താ പറയുക ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹൈലോണിക് ആസിഡ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും അടിപൊളിയായിട്ടുള്ള സാധനമാണ്. സോ ഈ ഒരു ഫേസ് വാഷ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഇത് നോൺ കോമഡിയോജനിക് ആണ്. അത് മീൻസ് നമ്മുടെ പോഴ്സ് ക്ലോഗ് ചെയ്യത്തില്ല. ആൻഡ് ഓൾസോ ഫ്രാഗ്രൻസ് പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, നോൺ ഇറിറ്റേറ്റിംഗ് ആണ്. സോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ മോർണിംഗും നൈറ്റും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ DIY ഉള്ള ടൈമിൽ DIY യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, കാരണം 88 ml നേരത്തെ കഴിച്ചാൽ ചെറിയ ബോട്ടിൽ 400 സംതിങ് രൂപയാണ്. ഇപ്പം ഇത് വാങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് നഷ്ടമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല, ഇത് വാങ്ങാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാഫിലിൻ്റെ വാങ്ങിച്ചോ. സെറ്റാഫിൽ നിങ്ങൾക്കറിയാലോ ജെന്റിലായിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇത് രണ്ടും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഡെർമാക്കോഡ്, ഡോക്ടർ ഷെത്തിൻ്റെ, അക്കലോജിക്കയുടെ ഒക്കെ വാങ്ങിച്ചോ, കുഴപ്പമില്ല.
ആൻഡ് ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ജെന്റിലായിട്ടുള്ള ക്ലെൻസറാണ്. ഫേസ് വാഷിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളിൽ ഉണ്ട് ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് വൈറ്റമിൻ സി സിറം. ആദ്യമൊക്കെ വൈറ്റമിൻ സി സിറം നൈറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് റിസർച്ചുകൾ പറയുന്നത് വൈറ്റമിൻ സി സിറം മോർണിംഗ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൺ പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്ക് റാഡിക്കൽസ് ഒന്നും ലൈക്ക് റാഡിക്കൽസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവില്ല, ഫൈൻ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. സോ വൈറ്റമിൻ സി സിറം മോർണിംഗ് യൂസ് ചെയ്യാം. അപ്പം നോക്കിയപ്പോഴത്തേക്ക് മോർണിംഗിൽ അടിപൊളിയാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ. സോ മോർണിംഗിൽ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 10% വൈറ്റമിൻ സി സിറം ഫോർ സ്കിൻ റേഡിയൻസ് 30 ml ആൻഡ് 30 ml 597 രൂപയാണ് വരണത്. ആൻഡ് ഈ ഒരു സിറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പല തവണ കണ്ട് ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്നതാണ്. പറയാം, എനിക്ക് ആക്നെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ആക്നെ ഇല്ല. ഇപ്പം എൻ്റെ ബെയർ സ്കിന്നാണ് കാണുന്നത്, ആക്നെ ഇല്ല. ആക്നെ വന്നു പോയതിൻ്റെ കറുത്ത പാടുകൾ ചെറുതായിട്ടുള്ള, അപ്പോൾ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും സ്കിൻ ഒന്ന് എന്താ പറയുക ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഡള്ളാവാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു ബ്രൈറ്റർ സ്കിൻ കിട്ടും. ആൻഡ് ഓൾസോ 10% വൈറ്റമിൻ സി, 5% നയാസിനമൈഡ് കൂടെ വരണുണ്ട്. സോ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സ്കിൻ ടൈപ്പിലേക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും ഒക്കെ അടിപൊളിയാണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. വൈറ്റമിൻ സി വരുന്നുണ്ട്, നയാസിനമൈഡ് വരുന്നുണ്ട്, ഫെറുലിക് ആസിഡ് വരുന്നുണ്ട്, ഹൈലോണിക് ആസിഡ് വരുന്നുണ്ട്. സോ ഇത് ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറയാം, ഇത് 10% ആണ്. ഒരിക്കലും ആദ്യമേ ഒരു തുടക്കക്കാർ കയറി 10% വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകാൻ ചാൻസുകൾ നമുക്ക് പറയാൻ പറ്റൂല. കാരണം എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് എല്ലാം ഒരേപോലെ അല്ല. അപ്പം ഞാൻ ആദ്യമേ പറയാണ്ട്, നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ 2% 1.5 2.5 3 വിത്തിൻ 2 അത് മതി. 2 അല്ലെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 കൂടരുത്. ഇതിൽ കൂടുതൽ ഒരു കോൺസെൻട്രേഷനിൽ വൈറ്റമിൻ സി സിറം അല്ല ഒരു സിറോ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ 2% യൂസ് ചെയ്തു, അതിന് ശേഷം 5% യൂസ് ചെയ്തു, നെക്സ്റ്റ് ജംപ് ടു 10%. അതായത് 3 മാസം കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറയാണ് അങ്ങനെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ചാടി കയറുകയോ ഞാൻ പറഞ്ഞു ഗ്ലമിക്കിങ് ആ പെണ്ണുപിള്ളേ പറഞ്ഞു 10% ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല, ഒരു സ്റ്റാർട്ടർ ഒരിക്കലും കയറി 10% യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് പർജിങ് ഉണ്ടാവും, ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും. അവസാനം എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കരുത്. പിന്നെ പറയണം വൈറ്റമിൻ സി സിറം രാവിലെ ഇട്ടുകൊണ്ടിറങ്ങിയാൽ റാഡിക്കൽസും ഇല്ല, ഫൈൻ ലൈൻസും ഇല്ല എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങരുത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഞാൻ പറയാതിരിക്കുകയാണ്, സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ ഇല്ലാതെ വെളിയിറങ്ങരുത്. സോ നിങ്ങൾ വൈറ്റമിൻ സി സിറം മോർണിംഗ് ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയത് അടിപൊളിയാണ്. ഞാൻ പിന്നെ സെപ്പറേറ്റ് വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ കണ്ടുവെക്കോ. അതിനകത്ത് കുറേ വൈറ്റമിൻ സി സിറംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് എനിക്ക് ആക്നെ ഉണ്ടായിരുന്ന സമയത്ത് മുതൽ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ കാരണം അത് തീർന്നില്ല. ഇത് ബയോഡെർമ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ CBM ഹൈഡ്ര മോയ്സ്ചറൈസർ ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ അൾട്രാ ഡ്രൈ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് വരുന്നത് സെറാമൈഡ്, അത് നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ അലാൻറ്റോയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിന് ഡിസ്കംഫർട്ട് കുറയും. ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ കുറയ്ക്കും ആൻഡ് ഓൾസോ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള സാധനമുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ 24 hours ഹൈഡ്രേഷനാണ്. സോ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഓക്കെ ഇത് ഹൈഡ്രേഷൻ ആണെങ്കിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഗ്ലോയി ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഇത് നമ്മുടെ ഫേസിൽ റെഡ്നെസ് ഒക്കെ, കുരുവിൻ്റെയൊക്കെ റെഡ്നെസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഞാൻ നല്ല രീതിക്ക് ഡൾ ചെയ്തിട്ട് നമ്മുടെ റെഡ്നെസ് ഒക്കെ മാറ്റാൻ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ആൻഡ് നിങ്ങളത് ആക്നെ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചോ. 40 ml ഇതിൻ്റെ റേറ്റ് 1076 രൂപയാണ്. ആൻഡ് ഇത് 1105 രൂപയാണ്. ഇപ്പോൾ ഓഫർ 1706 രൂപ കിടക്കുന്നത്. ആൻഡ് ഗൈസ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഭയങ്കര വർത്ത് വെച്ചാൽ ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇൻ കേസ് നിങ്ങൾക്ക് 1001 രൂപയ്ക്ക് ഒരു മോയ്സ്ചറൈസർ വാങ്ങാൻ പറ്റൂല ചേച്ചി എന്നാണെന്നുണ്ടെങ്കിൽ സെറ്റാഫെല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ മിനിമലിസ്റ്റിൻ്റെയോ ഡോക്ടർ ഷെത്തിൻ്റെയോ ഡോക്ടർ ഷെത്തിൻ്റെ അക്കലോജിക്കയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഡെർമാക്കോടെ വാങ്ങാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മിനിമലിസ്റ്റ്, ഡോക്ടർ ഷെത്ത്, ഡെർമാക്കോ, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അക്കലോജിക്ക. അപ്പം ഇത് ഈ ഒരു ഓർഡറിൽ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുക. ആൻഡ് അതും അവരുടേതും അടിപൊളിയാണ്. ഇതെനിക്ക് നല്ല ആഗ്ന ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ നല്ല ബ്രേക്ക്ഔട്ട്സ് ആണ്, ഭയങ്കര ഹൈപ്പ് ചെയ്ത് വാങ്ങിച്ചത്. പക്ഷെ ആ ഹൈപ്പ് ഭയങ്കര ഹൈപ്പിനനുസരിച്ച് വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇവരുടെ തന്നെ ബയോഡെർമയുടെ തന്നെ ആഗ്നെ പ്രോൺ സ്കിന്നിന് വരുന്നുണ്ട്, ഡ്രൈ സ്കിന്നുകാർക്ക് വരുന്നുണ്ട്, ഓരോ സ്കിന്നുകാർക്ക് വരുന്നുണ്ട്. ഇനി പറയും ബയോഡെർമയുടെ പ്രൊമോഷനാണ്. ഒരിക്കലും അല്ല ഗൈസ്, ബയോഡെർമയുടെയൊക്കെ പ്രൊമോഷൻ എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അങ്ങനെ ലൈക്ക് പ്രൊമോഷനൊക്കെ കിട്ടിയാൽ കൊള്ളാം, നമുക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് നോട്ട് അബൌട്ട് ദ മണി,
എബൌട്ട് ദ പ്രോഡക്റ്റ്. കാരണം ഒരു നല്ല ബ്രാൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ആണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇല്ല നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പൊന്നു ഗൈസ് നിങ്ങൾ ഇത് വാങ്ങണ്ട. ഞാൻ പറഞ്ഞ കണക്ക് അങ്ങനത്തെ ബ്രാൻഡിൻ്റെ വല്ലതും വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്, സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിച്ചാലും മതി. അത് അഫോർഡബിളാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങളിതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, ഞാൻ സമ്മതിക്കൂല. കാരണം ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. വേറെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഗൈസ് സൺസ്ക്രീൻ. സോ ഇത് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1% ഹൈറലോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ ആണ്. 50 ഗ്രാമിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 649 രൂപയാണ്. അത്രയും കൊടുക്കേണ്ട. ആമസോൺ നൈക്കിൽ എപ്പോഴും 589 രൂപയ്ക്കൊക്കെ ഇത് സാധനം കിടക്കും. ആൻഡ് ഈ ഒരു സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എസ്പെഷ്യലി സജസ്റ്റ് ചെയ്യുന്ന ഡ്രൈ നോർമൽ സ്കിൻ ടൈപ്പുകാർക്കാണ് എസ്പെഷ്യലി സജസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര എണ്ണ തോരാത്ത ദിഗംബരനെ പോലത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും എണ്ണത്തോണിന്ന് എണീറ്റാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഹൈറലോണിക് ആസിഡ് വരണം നമ്മുടെ ഫേസിനൊരു ഗ്ലോ തരും. ആ ഗ്ലോ നിങ്ങൾക്ക് എപ്പോഴും സെബ പ്രൊഡക്ഷനോടെ കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഓയിലി ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഓയിലി ആണെന്നുള്ളവർ മാത്രം യൂസ് ചെയ്യേണ്ട. ഇല്ല ഒരു ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ. കാരണം നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഇത് 6 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അതിന് നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഹൈറലോണിക് ആസിഡ് വരുന്നുണ്ട് ആൻഡ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഹൈറലോണിക് ആസിഡ് വൈറ്റമിൻ ഇ ഒക്കെയാണ് വരുന്നത് ഈ ഒരു സൺസ്ക്രീനിൽ. സോ ഗൈസ് ഇപ്പം നിങ്ങൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടാക് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. എൻ്റെ അലാറാണ്. TAC എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ ഉണ്ട്. പൊന്ന് ഗൈസ് ഇട്ടിട്ടുണ്ടെന്ന് ഒരു മനുഷ്യരും അറിയില്ല. ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഡ്രൈ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ്. സോ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സൺസ്ക്രീൻ കൂടിയാണ്. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പുറത്ത് പോകണം. ഇപ്പം എൻ്റെ ഫേസിൽ ഞാൻ കറക്റ്റായിട്ട് ഇന്നലെ ഉറങ്ങില്ല. അപ്പോൾ ഫേസിലൊക്കെ ഒരു ഡൾനെസ് ഉണ്ടാവും, ഒരു അൺഈവൻ ടോണൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അൺഈവൻ ടോൺ മാറ്റാൻ വേണ്ടിയിട്ട് ഈ സൺസ്ക്രീനിൽ കുറച്ച് ടിൻ്റൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഈവൻ ടോണൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇതേ കണക്കത്തെ ഒരു ടോൺ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയാണ് സൺസ്ക്രീൻ ഇൻവെസ്റ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീനിൽ മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഞാനൊന്നും മോർണിംഗ് ചെയ്യാറില്ല. പിന്നെ ഇത് ടൈം അനുസരിച്ച് പ്രോഡക്റ്റുകൾ മാറും. ഇപ്പം വൈറ്റമിൻ സി സീറോ കുറച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചാൽ കഴിയുമ്പോൾ കോജിക് ആസിഡ് ആയിരിക്കും ഇടുന്നത്. സോ അങ്ങനെ മാറും. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ